സ്റ്റുഡൻസ് അടുത്ത ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, സ്ട്രിങ്സ് C++ൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡബിൾ കോട്ട്സിനകത്താണ് അല്ലേ. ഇപ്പോൾ സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എ ക്യാരക്ടർ ഓർ എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോട്ട്സ്. സിംഗിൾ കോട്ട്സ് അല്ലേ, സോറി, എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോട്ട്സ്. ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ എന്ത് കൊടുത്താലും ഇറ്റ് വിൽ ടേക്ക് അറ്റ് ആസ് സ്ട്രിങ്. അത് സ്ട്രിങ് ആയിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സ്ട്രിങ് is one or more collection of characters enclosed in double quotes. സ്ട്രിങ്സിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഹൈ is an example. Welcome is another example. പക്ഷേ C++നകത്ത് സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് ക്യാരക്ടർ അറേ. ബൈ ദ ഹെൽപ്പ് ഓഫ് ക്യാരക്ടർ അറേ. അറേ എന്താണെന്നൊക്കെ അറിയാവുന്ന കാര്യമാണ്. അറേയാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ചാപ്റ്ററിൽ പറഞ്ഞത്. അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് എലമെൻറ്റ്സ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് എലമെൻറ്റ്സ് അണ്ടർ എ കോമൺ നെയിം. സെയിം ടൈപ്പായിട്ടുള്ള ഡേറ്റയെ ഒരു നെയിമിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേസ് എന്ന് പറയുന്നത്. അപ്പം അത് അറേ ഡിക്ലെയർ ചെയ്യുന്നത് ജനറൽ സിൻടാക്സ് ആണ്. ഡേറ്റ ടൈപ്പ് അറേ സൈസ്. ഡേറ്റ ടൈപ്പ് അറേ നെയിം സൈസ്. Okay, we have to store a string called negate. Negate in our computer. എനിക്ക് negate എന്ന് പറയുന്ന ഒരു സ്ട്രിങ് എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to declare an array of type character. എപ്പോഴും സ്ട്രിങ് ടൈപ്സ് സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾവേസ് used to store by using character array. Strings are always stored by using character array. അപ്പോൾ ഞാൻ നിക്കേത് എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ട്രിങ് എനിക്ക് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുകയാണ്. CHAR name of 10. ഇവിടെ അറേ നെയിം എന്ന് പറയുന്നത് നെയിം എന്ന് തന്നെയാണ്. അറേ നെയിമിൻ്റെ പേര് നെയിം ഓഫ് ടൈപ്പ് ക്യാരക്ടർ, അതിൻ്റെ സൈസ് 10. ഓക്കെ, സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അറേസും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അറേസും വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ്ലി നമുക്ക് വാല്യൂ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ നമ്മൾ ആ വാല്യൂസ് എന്തിനകത്ത് എൻക്ലോസ് ചെയ്തിരിക്കണം? ബ്രേസസിനകത്ത് നമുക്ക് എൻക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. നെയിം ഈസ് ഈക്വൽ ടു എനിക്ക് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? നിഗേത് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്ട്രിങ് ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലേ. അപ്പം ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യലൈസ്. സ്റ്റോറിങ് മീൻസ് ഇനിഷ്യലൈസ് n, I, K, E, T, H. അപ്പോൾ നെയിമിലേക്ക് നിഗേത് എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ട്രിങ് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഇത് നമുക്ക് പഠിച്ചിട്ടുള്ള നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ അറേസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്, ഇനിഷ്യലൈസേഷൻ ഓഫ് അറേ. അവിടെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതൊരു ക്യാരക്ടർ അറേയാണ്. നമ്മൾ ഡയറക്റ്റ് അത് എന്താണ് സ്റ്റോർ ചെയ്യേണ്ടത് അത് നമ്മൾ സിംഗിൾ കോട്ട്സിനകത്ത് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ വി ക്യാൻ യൂസ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എത്ര എലമെൻ്റ് ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? അപ്പോൾ 4i = 0 അല്ലേ? അറേയാണ്. സബ്സ്ക്രിപ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 0 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ i = 0, i less than or equal to 6. Sorry, i less than equal to less than 6. I less than 6, i plus plus, c in name of I, c in name of I. ഒന്നെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ അറേയിലേക്ക് ഇനിഷ്യലൈസ് ചെയ്യാം. ഇതാണ് ഡയറക്റ്റ്ലി നമ്മൾ ബ്രേസസിനകത്ത് വാല്യൂ ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുക്കാനും പറ്റും. അല്ലെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഇൻറ്റ് i = 0, ഇൻറ്റീജറും കൂടെ അവിടെ ഡിക്ലെയർ ചെയ്യണം കേട്ടോ. ഐയുടെ ഡേറ്റ ടൈപ്പ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇൻറ്റ് i = 0, സോറി ഇൻറ്റ് i = 0, i less than 6, i plus plus, c in name of I. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വാല്യൂ അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വാല്യൂ ഒരു അറേ ഡിക്ലെയർ ചെയ്തു. എനിക്ക് ഒന്നുകൂടെ പറയാം, എനിക്ക് നികേത് എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തു. അറേയുടെ പേരാണ് നെയിം, അതിൻ്റെ ടൈപ്പാണ് ക്യാരക്ടർ ഓഫ് സൈസ് 10. എന്നിട്ട് ക്യാരക്ടറിലേക്ക് എനിക്ക് ഡയറക്റ്റ്ലി വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ആദ്യത്തെ ഈ ഫോമാണ് ഡയറക്റ്റ് ഇനിഷ്യലൈസേഷൻ. നമ്മൾ ആ ബ്രേസസിനകത്ത് സിംഗിൾ കോട്ട്സിനകത്ത് വാല്യൂ ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുത്താൽ മതി. സിംഗിൾ കോട്ട്സിനകത്ത് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താണ്? ഇതൊരു ക്യാരക്ടർ അറേ ആയതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ കോട്ട്സിനകത്ത് അത് പറഞ്ഞു കൊടുക്കാൻ കാരണം. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വാല്യൂ ഇൻസേർട്ട് അറേക്കകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഐയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഓരോ ക്യാരക്ടറും അറേയിലേക്ക് ഇൻസേർട്ട് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആദ്യം ഒരു അറേ ഡിക്ലെയർ ചെയ്തില്ല. അപ്പം 10 മെമ്മറി ലൊക്കേഷനിലുള്ള നെയിം എന്ന് പറയുന്ന ഒരു അറേ എനിക്ക് ഫോം ചെയ്ത് കിട്ടും. ഒന്ന് 2 0 1 2 3 4 5 6 7 8 9 10 മെമ്മറി ലൊക്കേഷനാണ് അല്ലേ? സ്റ്റാർട്ട്സ് ഫ്രം 0. ഇതാണ് അതിൻ്റെ ഇൻഡെക്സ്. അറേയുടെ പേരാണ് നെയിം. അപ്പം ഞാൻ വാല്യൂ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ മെമ്മറി ലൊക്കേഷനിൽ N വരും, അത് കഴിഞ്ഞ് I വരും, A വരും, E വരും, G വരും, H. ഇങ്ങനെയായിരിക്കും അറേക്കകത്ത് വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, പറയാൻ മനസ്സിലാവുന്നുണ്ടോ? ഇൻ ദ കേസ് ഓഫ് strings, while we storing strings in the array, after the last character of the string, a null character will be inserted showing it is at the delimiter. ഏത് സ്ട്രിങ്ങും അറേക്കകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ
ലാസ്റ്റ് ക്യാരക്ടറായിട്ട് എന്ത് ഇൻസേർട്ട് ചെയ്യപ്പെടും? ഒരു നൾ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യപ്പെടും. ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഡീലിമിറ്റർ. ഓക്കെ, ഒരു നൾ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യപ്പെടും. അതായത് ആ സ്ട്രിങ് അവിടെ അവസാനിച്ചു എന്ന് കാണിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട കമ്പൈലർ തന്നെ അത് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത് എത്ര ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 6 അല്ലേ? 6 ബൈറ്റ്സ് ഓഫ് മെമ്മറി. കാരണം എന്താണ്? ക്യാരക്ടർ 1 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്. ക്യാരക്ടർ 1 ബൈറ്റ് ഓഫ് മെമ്മറിയാണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ മെമ്മറി ലൊക്കേഷനും 1 ബൈറ്റ് ആയിരിക്കും. അപ്പം 6 ബൈറ്റ് എടുക്കും ആ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ, പ്ലസ് 1 ബൈറ്റ് ഫോർ നൾ ക്യാരക്ടർ. അപ്പോൾ എത്ര ബൈറ്റ്സ് പെട്ടെന്ന് എടുക്കും? 7 ബൈറ്റ്സ്. ആ ടോട്ടൽ 7 ബൈറ്റ്സ് ഈ സ്ട്രിങ് സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കും. ബാക്കി 3 ബൈറ്റ്സ് അവിടെ അൺയൂസ്ഡ് ആയിട്ട് കിടക്കും. പറയുന്നത് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾ ഏത് സ്ട്രിങ് സ്റ്റോർ ചെയ്താലും അതിലെ ലാസ്റ്റ് ക്യാരക്ടർ വിൽ ബി ഡീലിമിറ്റഡ് ബൈ യൂസിങ് എ നൾ ക്യാരക്ടർ. അതെല്ലാം അതിൽ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. എവിടെ ആയാലും C++ലല്ല, ഏത് ലാംഗ്വേജിൽ പോയാലും ഈ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, അറേക്കകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ക്യാരക്ടറായിട്ട് എന്തോ ഇൻസേർട്ട് ചെയ്യപ്പെടും? നൾ ക്യാരക്ടർ ഇൻസേർട്ട് ചെയ്യപ്പെടും. പറയുന്ന പോയിന്റ് മനസ്സിലായല്ലോ? അപ്പം പ്രധാന 2-3 പോയിന്റ്സ് ഞാൻ പറഞ്ഞത്, സ്ട്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്ന എന്തിനേയും നമുക്ക് സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്ട്രിങ് ഇൻ C++, സ്ട്രിങ് ഈസ് സ്റ്റോർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാരക്ടർ അറേ. ക്യാരക്ടർ അറേയാണ് ക്യാരക്ടർ അറേയിലേക്ക് നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് ഈ പറയുന്നത്. അപ്പം നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തു ഓഫ് സൈസ് 10. അപ്പം 10 മെമ്മറി ലൊക്കേഷനിലുള്ള അറേ ഫോം ചെയ്യും ഓഫ് ടൈപ്പ് ക്യാരക്ടർ. അതിൻ്റെ ടൈപ്പ്, അറേ ടൈപ്പ് എന്തായിരിക്കും? ക്യാർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ചാർ ആയിരിക്കും. ചാറെന്നും പറയും, ക്യാർ എന്നും പറയും. ആ അറേയുടെ പേരാണ് നെയിം. ആൻഡ് സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ഫ്രം 0 to 9. ഞാൻ അറേ പഠിപ്പിച്ചാൽ പറഞ്ഞ കാര്യമാണ്. ഏത് അറേയുടെയും സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to 9 ആയിരിക്കും. എന്നിട്ട് 1 by 1 ആയിട്ട് വാല്യൂ അതിനകത്ത് സ്റ്റോർ ചെയ്യും അല്ലേ? ആ സ്ട്രിങ് അതിനകത്ത് സ്റ്റോർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് എലമെൻ്റായിട്ട്, ആ അറേയുടെ ലാസ്റ്റ് എലമെൻ്റായിട്ട് ഒരു നൾ ക്യാരക്ടർ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ദാറ്റ് ഷോസ് ദി ഡീലിമിറ്റർ ഓഫ് ദി സ്ട്രിങ്. അതിനെ ഡീലിമിറ്റ് ചെയ്തുകൊണ്ട് ഒരു നൾ ക്യാരക്ടർ ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ദാറ്റ് ഷോസ് ദി ഡീലിമിറ്റർ ഓഫ് ദി സ്ട്രിങ്. ഓക്കെ, അപ്പം സ്ട്രിങ് സ്റ്റോർ ചെയ്യാനായിട്ട് 6 ബൈറ്റ്സ് ഓഫ് മെമ്മറി എടുത്തു. നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് 1 ക്യാരക്ടർ എടുത്തു, 1 ബൈറ്റ്സ് എടുത്തു. അപ്പം ടോട്ടൽ എത്ര മെമ്മറി എടുത്തു? 7 മെമ്മറി ഓഫ് ബൈറ്റ്സ് എടുത്തു ഈ സ്ട്രിങ് എന്ന് പറയും, ആ പർട്ടിക്കുലർ സ്ട്രിങ് സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത പറയുന്ന പോയിന്റ്, ഈ ക്യാരക്ടർ അറേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്യാരക്ടർ അറേക്ക് നമ്മൾ ഒരു ക്യാരക്ടറെ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് നോർമൽ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചോണം. വെൻ വി ഡിക്ലെയർഡ് എ വേരിയബിൾ ആസ് array as character array, it is treated as normal വേരിയബിൾ. സാധാരണ ഒരു വേരിയബിൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ക്യാരക്ടർ അറേ വേരിയബിളും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ബാക്കി ഒരു ടൈപ്പ് ഓഫ് അറേസും ഇത് ഫോളോ ചെയ്യുന്നില്ല. ഈ ടൈപ്പ് ഓഫ് അറേയും ഈ ഒരു ഇതിനില്ല. വേറെ ഇൻറ്റിജർ അറേ ആയിക്കോട്ടെ, ഡബിൾ അറേ ആയിക്കോട്ടെ, ഫ്ലോട്ട് അറേ ആയിക്കോട്ടെ, അതൊന്നും തന്നെ നോർമൽ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ക്യാരക്ടർ അറേ മാത്രമേ കമ്പയർ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഒരു നോർമൽ വേരിയബിളായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്.
അപ്പം ക്യാരക്ടർ നെയിം ഓഫ് ഒരു ക്യാരക്ടർ നെയിം ഓഫ് 10. ഓക്കെ, എന്നിട്ട് ഞാൻ സി ഔട്ട് എൻ്റർ നെയിം. എനിക്ക് നെയിം എൻ്റർ ചെയ്യണം. സി ഔട്ട് എൻ്റർ നെയിം. സി ഇൻ നെയിം. സി ഔട്ട് വെൽക്കം നെയിം. വെൽക്കം. ഓക്കെ, പറഞ്ഞ പോയിന്റ് ഇതാണ്. നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കമ്പൈലർ എങ്ങനെയായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ട്രീറ്റ് ആസ് എ നോർമൽ വേരിയബിൾ. പക്ഷെ വേറൊരു ടൈപ്പ് ഓഫ് അറേയും നോർമൽ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാവും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം, ഒരു സെറ്റ് ഓഫ് കോഡാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അറേ ഡിക്ലെയർ ചെയ്തു ഓഫ് നെയിംസ് ഓഫ്, അതിൻ്റെ പേര് തന്നെ നെയിം എന്നാണ്, ഓഫ് സൈസ് 10 ഓഫ് ടൈപ്പ് ക്യാർ അല്ലെങ്കിൽ ചാർ. ഓക്കെ, സി ഔട്ട് എൻ്റർ ദി നെയിം. സി ഔട്ട് എൻ്റർ ദി നെയിം. സി ഇൻ നെയിം. ഒരു നെയിം എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റർ ചെയ്തു അജു. ഞാൻ ഇൻപുട്ട് കൊടുത്തു അജു. അതിൻ്റെ അടുത്ത് പറയാൻ സി ഔട്ട് വെൽക്കം നെയിം. വെൽക്കം നെയിം. ഇപ്പം നെയിമിനകത്ത് എന്താ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? അജു എന്ന് പറയുന്ന ഒരു പേരാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ അത് ഔട്ട് ചെയ്യാൻ പറയാണ്. ആദ്യം കാസ്കേഡിങ് ഔട്ട്പുട്ട് ഓപ്പറേഷനാണ്. 2 ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? വെൽക്കം അജു. അടുപ്പിച്ച് പ്രിന്റ് ചെയ്യും. വെൽക്കം അജു എന്ന് അടുപ്പിച്ച് പ്രിന്റ് ചെയ്യും. സാധാരണ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ ഒരു അറേ വേരിയബിളും യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു അറേ വേരിയബിൾ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സപ്പോസ് ഇൻ സം ഓഫ് 10 ഇൻഡ്. ഇപ്പോൾ സം എന്ന് പറയുന്ന ഒരു അറേയാണ്, ഓഫ് ടൈപ്പ് ഇൻറ്റീജർ ആണ്, അതിൻ്റെ സൈസ് 10 ആണ്. ഞാൻ ഇവിടെ എഴുതുകയാണ് സി ഇൻ സം എന്ന് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് വിൽ എറേസ് എൻ എറർ. നമുക്കവിടെ ഡയറക്റ്റ്ലി ഇങ്ങനെ വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നീ നിങ്ങൾക്ക് അവിടെ നമുക്ക് സി ഇൻ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നീ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത് നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബ്രേസസിനകത്ത് നമുക്ക് വാല്യൂ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ സി ഇൻ യൂസ് ചെയ്ത് നമുക്കൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് ദ അറേ ടൈപ്പ് ഈസ് അതർ ദാൻ ക്യാരക്ടർ അറേ. അതുപോലെ സി ഔട്ട് സം, ഇങ്ങനെ നമുക്കത് അതിൻ്റെ സം എന്ന് പറയുന്ന അറേക്കകത്തുള്ള വാല്യൂസ് നമുക്ക് ഔട്ട് ചെയ്യാനും പറ്റത്തില്ല. ഒന്നീ നിങ്ങൾ അവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാല്യൂ ഔട്ട് ചെയ്യാം, അല്ലാതെ പറ്റത്തില്ല. ഓക്കെ, ഇതാണ് പറഞ്ഞ പോയിന്റ്. ക്യാരക്ടർ അറേ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂ സി ഇൻ യൂസ് ചെയ്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യാനും അതുപോലെ സി ഔട്ട് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്യാനും പറ്റും. പക്ഷെ വേറൊരു ടൈപ്പ് ഓഫ് അറേ ആണെങ്കിൽ നമുക്ക് സി ഇനും സി ഔട്ടും യൂസ് ചെയ്ത് ഡയറക്റ്റ്ലി നമുക്ക് അതിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യാനോ ഔട്ട് ചെയ്യാനോ പറ്റത്തില്ല. ഈ പോയിന്റ് എപ്പോഴും ഓർമ്മ ഇരുന്നോളൂ. അപ്പം കാരണം എന്താണ്? ഈ ക്യാരക്ടർ അറേ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഇസ് ട്രീറ്റഡ് ആസ് എ ഓർഡിനറി വേരിയബിൾ. കമ്പൈലർ അതിനെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഓർഡിനറി വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്ന പോയിന്റ്, നമ്മളൊരു അറേ ഇൻപുട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ ബൈ യൂസിങ് സി ഇൻ ഓർ സി ഔട്ട് there are some problems may take place. അവിടെ ചിലപ്പോൾ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ സ്ട്രിങ് മായ മോഹൻ. കൺസിഡർ എ സ്ട്രിങ് മായ മോഹൻ. മായ മോഹൻ എന്ന് പറയുന്ന സ്ട്രിങ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻപുട്ട് ചെയ്യുകയാണ് സീൻ മായ മോഹൻ. സപ്പോസ് സീൻ മായ മോഹൻ എന്ന് പറഞ്ഞ് ഞാൻ വാല്യൂ ഇൻസേർട്ട് ചെയ്യാമെന്ന് വെച്ചു. ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. മായ മോഹൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവേർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ സീൻ അല്ല, അങ്ങനെ വേണ്ട, ഇങ്ങനെ കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയുണ്ട്. സീൻ ക്യാരക്ടർ നെയിം ഓഫ് 20 സീൻ എന്നിട്ട് ഞാനൊരു പേര് ഇൻപുട്ട് ചെയ്യുകയാണ് മായ മോഹൻ. ഓക്കെ, ഈ സീൻ ഒബ്ജക്റ്റ് എന്തോ ചെയ്യും? ഈ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യും. ആദ്യം എം റീഡ് ചെയ്യും, പിന്നെ എ റീഡ് ചെയ്യും, വൈ റീഡ് ചെയ്യും, എ റീഡ് ചെയ്യും, മായ അവർ റീഡ് ചെയ്യും. അടുത്ത ക്യാരക്ടർ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്താ കാണുന്നത്? ഒരു സ്പേസ് ആണ് കാണുന്നത്. അപ്പം കമ്പൈലർ വിചാരിക്കും ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദി സ്ട്രിങ്. കമ്പൈലർ എന്ത് കരുതും? ആ സ്ട്രിങ്ങിൻ്റെ എൻഡായെന്ന് കരുതും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്കി മായ കഴിഞ്ഞിട്ട് ഈ സ്പേസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി കണ്ടന്റ് അത് റീഡ് ചെയ്യത്തില്ല. അപ്പോൾ സീൻ മായ മോഹൻ എന്നാണ് എനിക്ക് റീഡ് ചെയ്ത് കിട്ടേണ്ടത്. സീൻ മായ മോഹൻ, എനിക്ക് മായ മോഹൻ എന്നാണ് എനിക്ക് ഇൻപുട്ട് ചെയ്ത് കിട്ടേണ്ടത്. പക്ഷേ അവിടെ മായ എന്ന് മാത്രമേ ഉള്ള വാല്യൂവേ റീഡ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണ്? എ കഴിഞ്ഞ് കമ്പൈലർ പിന്നെ നോക്കുമ്പോൾ ഒരു സ്പേസ് ക്യാരക്ടറാണ് അവിടെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പൈലർ വിചാരിക്കും അത് ആ സ്ട്രിങ്ങിൻ്റെ എൻഡാണെന്ന് വിചാരിക്കും. ബാക്കിയുള്ള പാർട്ട് മോഹൻ എന്നുള്ള ആ പർട്ടിക്കുലർ സ്ട്രിങ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? സി ഔട്ട് നെയിം എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? മായ എന്ന് പ്രിന്റ് ചെയ്ത്. കാരണം എന്ത് ചെയ്ത് റീഡ് ചെയ്തിട്ടുള്ളൂ? മായ എന്ന് പറഞ്ഞ് മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ. മായ എന്ന് പറഞ്ഞ് മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് മോഹന് കിട്ടത്തില്ല. എന്താ കിട്ടത്തുള്ളൂ? മായ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സ്ട്രിങ് മാത്രമേ നമുക്ക് ഔട്ട് ചെയ്താലും കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമുക്ക് സീൻ യൂസ് ചെയ്ത് നമുക്ക് സ്ട്രിങ്സ് റീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും. അവിടെയാണ് നമ്മൾ വേറെ ഫങ്ഷൻസ് യൂസ് ചെയ്യും. ഗെറ്റ്സും പുട്ട്സും. ഗെറ്റ്സ് ഫങ്ഷൻ ആൻഡ് പുട്ട്സ് ഫങ്ഷൻ. ഗെറ്റ്സ്, ഫസ്റ്റ് വൺ ഈസ് ഗെറ്റ്സ്. ഈ ഗെറ്റ്സും പുട്ട്സും. ഗെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ട്രിങ് റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് യൂസ് ടു റീഡ് എ പർട്ടിക്കുലർ സ്ട്രിങ്.
ഗെറ്റ്സ് ഫംഗ്ഷനാണെന്ന് കാണിക്കാനായിട്ട് എന്തിൻ്റെ കൂടെ ഇങ്ങനെ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. ഇപ്പോൾ ഗെറ്റ്സ് ഫംഗ്ഷനും പുട്സ് ഫംഗ്ഷനും ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ലൈബ്രറിയാണ് CSTDIO, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ലൈബ്രറിയാണ്, ഹെഡർ ഫയലാണ് CSTDIO. CSTDIOക്കകത്താണ് ഗെറ്റ്സും പുട്സും എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ CSTDIO എന്ന് പറയുന്ന ഹെഡർ ഫയൽസ് നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഗെറ്റ്സ് ഫംഗ്ഷൻ യൂസ് ടു റീഡ് എ സ്ട്രിങ് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്തോളൂ. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഗെറ്റ്സ് ക്യാരക്ടർ അറേഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതാണ്. ക്യാരക്ടർ ഓഫ് നെയിം ഓഫ് സൈസ് 10. ഗെറ്റ്സ് നെയിം ക്യാരക്ടർ അറേ നെയിമാണ് നമ്മൾ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഫംഗ്ഷനിലേക്ക് എന്തെങ്കിലും വാല്യൂ പാസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ബ്രേസസിനകത്ത് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫംഗ്ഷൻ പറയുമ്പോൾ കൂടുതൽ നമ്മൾ പഠിക്കും. തൽക്കാലം മനസ്സിലാക്കുക, നെയിം എന്ന് പറയുന്ന ഇവിടെ ആർഗ്യുമെൻ്റാണ്, ഗെറ്റ്സ് നെയിം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അജു സ്പേസ് ടോം, ഒരു പേരാണ്. പക്ഷേ ഗെറ്റ്സ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ റീഡ് ചെയ്യുകയാണ്, ഈ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസ് വന്നാലും അതൊരു ക്യാരക്ടറായിട്ട് കൗണ്ട് ചെയ്ത് തന്നെ അതിനെ റീഡ് ചെയ്യും. അപ്പോൾ അത് അതിനെ കൗണ്ട് സി ഔട്ട് അല്ല, പുട്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ തന്നെ റീഡ് ചെയ്യും, ഈ ഹോൾ സ്ട്രിങ്ങിനെ അതുപോലെ തന്നെ റീഡ് ചെയ്യും. CN ആണ് യൂസ് ചെയ്യുമെങ്കിൽ അജു എന്ന് വരെ മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ, ബാക്കി ടോം എന്നുള്ള പാർട്ട് റീഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ്സ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ CSTDIO, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയാണ് STDIO. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ Coutന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പുട്സ് ഫംഗ്ഷൻ. പുട്സ് ഫംഗ്ഷൻ എന്താ യൂസ് ചെയ്യുന്നത്? ഇറ്റ് യൂസ് ടു ഔട്ട്പുട്ട് എ സ്ട്രിങ്. ഗെറ്റ്സ് യൂസ് ടു ഇൻപുട്ട് എ സ്ട്രിങ്. പുട്സ് യൂസ് ടു ഔട്ട്പുട്ട് എ സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യാൻ, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് പുട്സ് സ്ട്രിങ് ഡേറ്റ. സ്ട്രിങ് ഡേറ്റ അതാണ് എൻ്റെ ജനറൽ ഫോം. ഇപ്പം നമുക്ക് ഇപ്പം ഡയറക്റ്റ്ലി നമുക്ക് പുട്സ് പറയാം. പുട്സ് മോളട്ടാണ്. പുട്സ് നെയിം ഔട്ട്പുട്ട് എന്തായിരിക്കും? അജു ടോം എന്ന് ഔട്ട്പുട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. ഈ പുട്സിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. പുട്സ് ഹലോ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹലോ എന്നെനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്ത പറയുന്നത് അതുപോലെ നമുക്ക് വേറെയും ഫങ്ഷൻസ് ഉണ്ട്, വേറെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പുട്സും ഗെറ്റ്സും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളൊരു സ്ട്രിങ്ങിന് ഇടയിൽ നമുക്കൊരു സ്പേസ് വല്ലതും വന്നു കഴിഞ്ഞാൽ
നമുക്ക് ആ ഹോൾ സ്ട്രിങ്ങിനെ സി ഇൻ അല്ലെങ്കിൽ സി ഇൻ യൂസ് ചെയ്ത് ഇൻപുട്ട് ചെയ്യാനോ സി ഔട്ട് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്യാനോ പറ്റത്തില്ല. കാരണം എന്താണ്, അതിൻ്റെ ആ സ്പേസിനെ ഒരു ഡീലിമിറ്ററായിട്ട് കമ്പൈലർ കരുതും. അപ്പം ആ സ്പേസിന് മുമ്പ് വരെയുള്ള കണ്ടൻറ്റ് മാത്രമേ അത് റീഡ് ചെയ്യത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് റീഡ് ചെയ്യില്ല. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഗെറ്റ്സ് ആൻഡ് പുട്ട്സ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ്സ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഇൻപുട്ട് എ സ്ട്രിങ് അല്ലെങ്കിൽ റീഡ് എ സ്ട്രിങ്. പുട്ട്സ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു output a string അല്ലെങ്കിൽ display a string. Both the functions are available in the header file cstdio standard input output ലൈബ്രറിക്കകത്താണ്, ഹെഡർ ഫയലിനകത്താണ് ഗെറ്റ്സും പുട്ട്സും ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്ത പറയുന്നതാണ് കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ IO. കൺസോൾ ഫംഗ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. ഇതും ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് CSTDIO ഹെഡർ ഫയൽസിൽ തന്നെയാണ്. CSTDIO ഹെഡർ ഫയൽസ് തന്നെയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് ഒരു ക്യാരക്ടർ നമുക്ക് ഇൻപുട്ട് ചെയ്യണം. ഒരു കീബോർഡ് യൂസ് ചെയ്ത് ഒരു ക്യാരക്ടർ എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഫംഗ്ഷനാണ് getChar. getChar function. It returns the character that is input through the keyboard. That is, it returns the character. I bar P means input എന്നാണ്. Input through the keyboard. Okay. And the general ഒരു ഫോമാണ് ക്യാരക്ടർ CHAR. CH എന്ന് പറയുന്നത് വേരിയബിൾ. ഓക്കെ, CHAR CH ഈസ് ഈക്വൽ ടു getChar. അതിൻ്റെയാണ് ജനറൽ ഫോം. നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. ഈ ഔട്ട്പുട്ട് നിങ്ങൾ എന്തൊക്കെ ഇതിൻ്റെ ഓരോ ഫങ്ഷൻസ് എന്തിന് യൂസ് ചെയ്യുന്നു, ഓരോ ഫങ്ഷൻസ് എന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ ജനറൽ ഫോം മാത്രം പഠിച്ചാൽ മതി. അടുത്ത ഞാൻ പറഞ്ഞത് putchar. putchar ഫങ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ടു ഔട്ട്പുട്ട് ക്യാരക്ടർ ഡേറ്റ. ദിസ് യൂസ് ടു ഔട്ട്പുട്ട് ക്യാരക്ടർ ഡേറ്റ. ഇത് ക്യാരക്ടർ ഇൻപുട്ട് എടുക്കാനാണ് getChar. അതുപോലെ ക്യാരക്ടർ ഔട്ട് ചെയ്യാനാണ് എന്ത് പറയുന്നത്, putchar യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് യൂസിങ് മോണിറ്റർ ആണ് കേട്ടോ. ഔട്ട്പുട്ട് ക്യാരക്ടർ ഡേറ്റ യൂസിങ് മോണിറ്റർ ആണ്. മോണിറ്റർ ഇവിടെ ത്രൂ കീബോർഡാണ്, താഴെ മോണിറ്റർ ആണ്. യൂസിങ് മോണിറ്റർ. ഫോർ എക്സാമ്പിൾ CHAR, CH is equal to A.
അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് പുട്ട് ക്യാർ ഓഫ് സി എച്ച്. ഇങ്ങനെ ആയിരിക്കും കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? പുട്ട് ക്യാർ ഓഫ് സി എച്ച്. ഔട്ട്പുട്ട് വിൽ ബി അല്ലേ? സി എച്ചിനകത്ത് നമുക്ക് ഡേറ്റ എന്താണ്? എ ആണ്. അത് ഔട്ട് ചെയ്യും, മോണിറ്റർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. വേറെ ഞാൻ പറയാം, പുട്ട് ക്യാർ ഓഫ് ബി. സിംഗിൾ കോഴ്സിനകത്ത് ഞാൻ ബി കൊടുത്തു, ഔട്ട് എന്ന് കിട്ടും ബി എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത് ശ്രദ്ധിച്ചോണം, പുട്ട് ക്യാർ ഓഫ് 97. ഇങ്ങനെ ഞാൻ ഒരു വാല്യൂ ഞാൻ കൊടുക്കുകയാണ്, പുട്ട് ക്യാർ ഓഫ് 97 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഔട്ട് ചെയ്യും, സ്മോൾ ലെറ്റർ എ ഔട്ട് ചെയ്യും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എയുടെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആണ്. അതുകൊണ്ട് എന്ത് ഔട്ട് ചെയ്യും? എ എന്ന് ഔട്ട് ചെയ്യും. ഞാൻ ഡേറ്റ ടൈപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ആ ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതോ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ക്യാരക്ടറിനെ ഡിക്ലെയർ ചെയ്തു, ഒരു ക്യാരക്ടറിനെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, വാറ്റ് വേരിയബിളിലേക്ക് ഒരു വാല്യൂ ഞാൻ അസൈൻ ചെയ്തു, സേ എഫ്, സ്മോൾ ലെറ്റർ എഫ് എന്ന് പറഞ്ഞൊരു വാല്യൂ അസൈൻ ചെയ്തെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എഫ് എന്ന് പറഞ്ഞൊരു ആൽഫബറ്റാണ്. പക്ഷേ എങ്കിൽ ഇൻറ്റേർണലി ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ആസ്കി വാല്യൂ. ഓരോ ആൽഫബറ്റ്സിനും അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ഉണ്ടായിരിക്കും. അതായിരിക്കും ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ക്യാരക്ടറിനെ എങ്ങനെയാണ് ഇൻറ്റേർണലി എടുക്കുന്നത്? ഇൻറ്റിജർ വാല്യൂട്ടായിട്ടായിരിക്കുകയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്യാരക്ടറായിട്ടാണ് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നെങ്കിലും കമ്പൈലർ അത് എങ്ങനെയായിരിക്കും എടുക്കുന്നത്? അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതിൻ്റെ ആസ്കി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഇൻറ്റിജർ ടൈപ്പാണ്. അതുകൊണ്ടാണ് പുട്ട് ക്യാർ ഓഫ് 97 എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഇതാണ് പുട്ട് ക്യാർ. പുട്ട് ക്യാറും ഗെറ്റ് ക്യാറും ബോത്ത് ആർ ഡിഫൈൻഡ് ഇൻ ദി ഹെഡർ ഫയൽ cstdio. അടുത്ത പറയുന്നത് സ്ട്രീം ഫങ്ഷൻസ് ഫോർ IO ഓപ്പറേഷൻസ്. Stream functions for IO operations. For IO operations. സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫംഗ്ഷൻ സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് അലൗസ് എ സ്ട്രീം ഓഫ് ഡേറ്റ ടു ബി സ്ട്രീം ഓഫ് ബൈറ്റ്സ് ടു ബി ഫ്ലോ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ദി ഒബ്ജക്ട്സ്. ആ മെമ്മറിയും ഒബ്ജക്ട്സും തമ്മിൽ ഒരു ഫ്ലോ ഓഫ് ഡേറ്റയാണ് അവിടെ നടക്കുന്നത് ബൈ യൂസിങ് ദീസ് ഫങ്ഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ അതിനെ സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സ്ട്രീം ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരു സ്ട്രീം ഓഫ് ഡേറ്റ അല്ലെങ്കിൽ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആണ് ഒബ്ജക്റ്റും മെമ്മറിയും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ട്രീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയാൻ കാരണം. ഇനി പറയുന്ന ഫങ്ഷൻസ് എല്ലാം ബിൽറ്റിംഗ് ഫങ്ഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ ബിൽറ്റിംഗ് ഫങ്ഷൻസ് ആണ്. ഇനി പറയുന്ന ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഈസ് അവൈലബിൾ ഓൺ ദ ഹെഡർ ഫയൽ IO സ്ട്രീം. IO സ്ട്രീം എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ്
ഇനിയുള്ള ഫങ്ഷൻസ് എല്ലാം ഇനി പറയുന്ന ഫങ്ഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫങ്ഷനാണ് ഇൻപുട്ട് ഫങ്ഷൻ. It is used to input character and string data. ഇത് യൂസ് ചെയ്ത് നമുക്ക് ക്യാരക്ടർ ഡേറ്റയും അതുപോലെ തന്നെ സ്ട്രിംഗ് ഡേറ്റയും ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ് ടു ഇൻപുട്ട് ക്യാരക്ടർ ആസ് വെൽ ആസ് സ്ട്രിംഗ് ഡേറ്റ. രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനും. ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ, ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനും. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ സീൻ ഒബ്ജക്റ്റ്. സീൻ ഒബ്ജക്റ്റ് ദാറ്റ് റെഫേഴ്സ് ദി കീബോർഡ്. നമ്മൾ സാധാരണ വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ യൂസിങ് കീബോർഡാണ് അല്ലേ. അപ്പം കീബോർഡിനെ റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് സീൻ. അപ്പം സീൻ എന്ന ഒബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഫങ്ഷൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പം ബോത്ത് ദ സ്ട്രിങ്സ്, ബോത്ത് ദ ഫങ്ഷൻസ് ആർ യൂസ്ഡ് വിത്ത് ദ സീൻ ഒബ്ജക്റ്റ്. സീൻ ഒബ്ജക്റ്റ്. ഈ സീൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റെഫർ ചെയ്യുന്ന ആരെയാണ്? ഒരു കീബോർഡിനെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു റീഡ് എ സിംഗിൾ ക്യാരക്ടർ ഓർ സ്ട്രിംഗ് ഡേറ്റ ഫ്രം ദി കീബോർഡ്, അല്ലെങ്കിൽ ത്രൂ ദ കീബോർഡ്. കീബോർഡ് വഴി നമുക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് ഫംഗ്ഷനും ഗെറ്റ് ലൈൻ ഫംഗ്ഷനും. ഓക്കെ, അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടൊരു കുറച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് പറയുന്നുണ്ട്, അത് ഞാൻ എഴുതാൻ പോവാണ്. CHAR CH കോമ STR ഓഫ് സൈസ് 10. അപ്പോൾ അവിടെ ഒരു CH എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു ഓഫ് ടൈപ്പ് ക്യാരക്ടർ, ആൻഡ് ദർ ഈസ് എ സ്ട്രിംഗ് അറേ ഓഫ് സൈസ് 10 ആൻഡ് ടൈപ്പ് ക്യാരക്ടർ. STR എന്ന് പറഞ്ഞൊരു അറേ ഞാൻ ഡിക്ലെയർ ചെയ്തു ഓഫ് സൈസ് 10 ആൻഡ് ടൈപ്പ് ക്യാരക്ടർ, ആൻഡ് ദർ ഈസ് അനദർ വേരിയബിൾ CH ഓഫ് ടൈപ്പ് ക്യാർ. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതാൻ പോവാണ്. CH ഈസ് ഈക്വൽ ടു Cin dot get CH. Cin dot get CH. അതെ, അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ എവിടെ സ്റ്റോർ ചെയ്യും? CH സ്റ്റോർ ചെയ്യും. ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന ഒരു ഡേറ്റ A ആണ് വെച്ചു. സപ്പോസ് A ആണെന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CH എന്ന് പറയുന്ന വേരിയബിൾ എന്താ സ്റ്റോർ ചെയ്യും? ഫിസിക്കൽ A എന്ന് പറയുന്ന പർട്ടിക്കുലർ ക്യാരക്ടർ CH എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. Cin ഡോട്ട് ഗെറ്റ് CH. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഈക്വൽ ആണ്. ബോത്ത് ആർ സെയിം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ എഴുതാം. അടുത്ത Cin എക്സാമ്പിൾ ആണ്. Cin dot get STR of 10. STR of 10. ഇത് വേറെ സ്റ്റേറ്റ്മെന്റ്. Cin dot get STR of 10.
ദാറ്റ് മീൻസ് എസ് ടി ആർ എന്ന് പറഞ്ഞാൽ ആരെ ഡിക്ലെയർ ചെയ്തിട്ടില്ലേ, അതിനകത്തേക്ക് 10 എലമെൻറ്റ്സ് ഇൻപുട്ട് ചെയ്യാൻ, 10 എലമെൻറ്റ്സ് വരെ ഇൻപുട്ട് ചെയ്യാം. എസ് ടി ആർ എന്ന് പറയുന്ന ഈ അറയിൽ എത്ര എലമെൻറ്റ്സ്, ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ക്യാൻ ബി മാക്സിമം 10 എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ദാറ്റ് അറേ. മാക്സിമം എത്രയേ പറ്റത്തുള്ളൂ, 10 എലമെൻറ്റ്സേ അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രിങ് ആണ് റീഡ് ചെയ്യുന്നത്, ഒരു സ്ട്രിങ് ആണ്. ഇതൊക്കെ ഒരു ക്യാരക്ടറാണ് റീഡ് ചെയ്തത്, ഇതൊക്കെ ക്യാരക്ടർ റീഡിങ്. ഇവിടെ നമ്മൾ സ്ട്രിങ് ആണ് റീഡ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്ട്രിങ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, സ്ട്രിങ്, ബൈ യൂസിങ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നേ ഉള്ളൂ. സ്ട്രിങ് ആണ് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നത്. എസ് ടി ആർ എന്ന് പറയുന്നത് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്ന അറയാണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് എത്ര നമ്പർ, എത്ര ക്യാരക്ടേഴ്സ് എനിക്ക് ആ അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും, അത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ 10 എന്ന് പറയുന്ന വാല്യൂ. ഇൻ ദിസ് കേസ് മാക്സിമം എത്ര പറ്റത്തുള്ളൂ, 10 എലമെൻറ്റ്സ് എനിക്ക് അറയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. 1 or 2 മാർക്സിനൊക്കെ ചോദിക്കാമെന്ന് മിക്കവാറും ചോദിക്കുന്നത്, ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നതാണ് ഫംഗ്ഷൻസിനെ കുറിച്ച് ചോദിക്കും. ലിസ്റ്റ് ദ കൺസോൾ ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ ലിസ്റ്റ് ദ സ്ട്രീം ഫംഗ്ഷൻസ് ഓഫ് IO എന്നൊക്കെ ചോദിക്കും, IO ഓപ്പറേഷൻസ് ഒക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ഇത് എഴുതി വെക്കണം, ഗെറ്റ് ലൈൻ എന്നൊക്കെ എഴുതി വെക്കണം. ഇതാണ് ഗെറ്റും ഗെറ്റ് ലൈൻ, ബോത്ത് ആർ ഇൻപുട്ട് ഫങ്ഷൻസ്, ബോത്ത് ആർ സ്ട്രീം ഫങ്ഷൻസ്. സ്ട്രീം ഫങ്ഷൻസ് എന്ന് പറയാൻ കാര്യം കീബോർഡാണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്, ഇൻപുട്ട് ഡിവൈസ് എടുക്കുന്നത്. അപ്പോൾ ഇത് കീബോർഡ് മെമ്മറിയും തമ്മിൽ ഒരു ഫ്ലോ ഓഫ് ബൈറ്റ്സ്, ഒരു സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കീബോർഡ്സിന് ഒരു ഫ്ലോ ഓഫ് ബൈറ്റ്സ് ആണ് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് സ്ട്രീം എന്ന് പറയാൻ കാര്യം. അടുത്ത പറയുന്നത് ബി, ഔട്ട്പുട്ട് ഫങ്ഷൻ. സ്ട്രീം ഇൻപുട്ട് ഫംഗ്ഷനാണ് നമ്മൾ നോക്കിയത്. അടുത്ത ബി, ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഫംഗ്ഷനാണുള്ളത്, പുട്ടും റൈറ്റും. പുട്ടും റൈറ്റും. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസായിട്ട് കൺസിഡർ ചെയ്യുന്നത് മോണിറ്ററാണ്. മോണിറ്ററിലാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ മോണിറ്റർ റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് സി ഔട്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്താണ് മോണിറ്റർ എന്ന് പറയുന്ന ഡിവൈസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സി ഔട്ട് ഒബ്ജക്റ്റ് യൂസ് ചെയ്താണ് മോണിറ്റർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ടു ഔട്ട്പുട്ട് എ ക്യാരക്ടർ ഓർ എ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രിങ്സ്. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് അത് റെപ്രസെന്റ് ചെയ്യാൻ പുട്ട് ഫംഗ്ഷൻ്റെ പുട്ട് ഫംഗ്ഷൻ്റെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിക്കാനായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് പറയുന്നുണ്ട്. അത് എഴുതാൻ പോവാണ്. CHAR ഈസ് ഈക്വൽ ടു C. അപ്പോൾ നേരത്തെ നമ്മൾ സിൻ്റെ കൂടെയാണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷനും യൂസ് ചെയ്തത്. അതുപോലെ തന്നെ സി ഔട്ടിൻ്റെ കൂടെയാണ് പുട്ടും റൈറ്റ് ഫംഗ്ഷനും യൂസ് ചെയ്യുന്നത്. അപ്പം സി ഔട്ട് ഡോട്ട് പുട്ട് CH,
സി ഔട്ട് ഡോട്ട് പുട്ട് സി എച്ച്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി സി. ഔട്ട്പുട്ട് വിൽ ബി സി. കാരണം എന്താണ്, സി എച്ചിനകത്ത് എന്താ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, സി എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് ഡയറക്റ്റ്ലി പ്രിന്റ് ചെയ്യാം. ക്യാരക്ടർ നമുക്ക് ഡയറക്റ്റ്ലി പ്രിന്റ് ചെയ്യാം. സി ഔട്ട് ഡോട്ട് പുട്ട് സി എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഔട്ട് ചെയ്യും, ബി ഔട്ട് ചെയ്യും. അതുപോലെ സി ഔട്ട് ഡോട്ട് പുട്ട് 65 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, ക്യാപിറ്റൽ എ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. കാരണം ക്യാപിറ്റൽ എയുടെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ആണ് 65. ഓക്കെ, ഒരു ക്യാരക്ടറോ ഒരു സ്ട്രിങ്ങോ എനിക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന രണ്ട് ഫങ്ഷനാണ് പുട്ടും റൈറ്റും. ഓക്കെ, അപ്പോൾ പുട്ട് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു ക്യാരക്ടർ ഔട്ട് ചെയ്യാനായിട്ട്, ഒരു ക്യാരക്ടർ വേരിയബിൾ, കോൺസ്റ്റന്റ് കണ്ടന്റ് ഓഫ് എ ക്യാരക്ടർ വേരിയബിളോ ഔട്ട് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പുട്ട് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന ടു ഔട്ട്പുട്ട് ദി സ്ട്രിങ് ഔട്ട് ചെയ്യാനായിട്ടാണ് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഔട്ട് എ ക്യാരക്ടർ ഓർ ദി കണ്ടന്റ് ഓഫ് എ ക്യാരക്ടർ വേരിയബിൾ. ഓക്കെ, ക്യാരക്ടർ ഔട്ട് ചെയ്യാൻ റൈറ്റ് ഫംഗ്ഷൻ, സ്ട്രിങ് ഔട്ട് ചെയ്യാൻ. Both functions are used with the cout object that refers monitor. നമ്മൾ എവിടെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്, മോണിറ്ററിലാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനെ റെഫർ ചെയ്യാനായിട്ടാണ് സി ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു വേണം. റൈറ്റ് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എഴുതാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ഔട്ട് ചെയ്യാനായിട്ടാണ് റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഫംഗ്ഷൻ്റെ കൂടെ നമ്മൾ നമുക്ക് വേണേൽ ലെന്തും പറഞ്ഞു കൊടുക്കാം, എത്ര ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുകയാണ്. ക്യാരക്ടർ എ അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് സൈസ് 10 is equal to hello. str of size 10 is equal to hello. Okay, cout operator അല്ല, cout dot write str, 10. ഇങ്ങനെ ഞാൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അല്ലേ, നമ്മൾ ഹലോ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എത്ര സ്പേസ് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്, 5 ബ്ലാങ്ക് സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ആ 5 ബ്ലാങ്ക് സ്പേസും കൂടെ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. കാരണം എത്ര മാക്സിമം നമുക്ക് അതിൽ പ്രിന്റ് ചെയ്യാം, 10 വരെ
പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എത്ര അവിടെ പറഞ്ഞു കൊടുത്തുള്ളൂ? ഹലോ എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സേ വരത്തുള്ളൂ? 5 ക്യാരക്ടേഴ്സേ വരത്തുള്ളൂ. ഓക്കെ, ബാക്കി അൺയൂസ്ഡ് സ്പേസും കൂടെ ഇവിടെ പ്രിൻ്റ് ചെയ്യും. നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബ്ലാങ്ക് സ്പേസ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വേറൊരു ഫോം പറയാണ്. സി ഔട്ട്, str cout dot write str comma 10 comma l 10 comma l 10 comma l. ഇങ്ങനെ ഞാൻ ഒരു ഔട്ട്പുട്ട് എഴുതിയാൽ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ ഔട്ട്പുട്ട് വിൽ ബി h. ഔട്ട്പുട്ട് വിൽ ബി h. str എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രിങ് അറേയാണ് str. മാക്സിമം ലെന്ത് എതുവരെ വയ്ക്കാം? 10 വരെ. മാക്സിമം 10 വരെ നിങ്ങൾക്ക് ഔട്ട് ചെയ്യാം. 10 ക്യാരക്ടേഴ്സ് വരെ ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് 10. പറഞ്ഞ അടുത്ത തേർഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡീലിമിറ്റർ, ആക്ട് ആസ് എ ഡീലിമിറ്റർ. അതായത് ഇവിടെ കൊടുക്കുന്ന ക്യാരക്ടറിന് തൊട്ട് മുമ്പ് വരെയുള്ള കണ്ടന്റ് മാത്രമേ പ്രിൻ്റ് ഔട്ട് ചെയ്യത്തുള്ളൂ, പ്രിൻ്റ് ചെയ്യത്തുള്ളൂ, അല്ലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ. ഇൻ ദിസ് കേസ് HE എന്ന് മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ. L എന്ന് പറയുന്ന ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തില്ല. ഓക്കെ, രണ്ട് ഫോമുണ്ട്. ഇതൊരു ഫോമാണ്, ഇത് വേറൊരു ഫോമാണ്. റൈറ്റ് ഫംഗ്ഷൻ്റെ വേറൊരു ഫോമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഹലോ ഡോട്ട് വേർഡ് എന്ന് പറഞ്ഞ സ്ട്രിംഗ് ആണ് വെച്ചത്. ഓഫ് സൈസ് 20 മാക്സിമം എനിക്ക് 20 ക്യാരക്ടേഴ്സ് ചെയ്യാം. ഞാൻ മാറ്റം വരുത്തുകയാണ്. എന്നിട്ട് ഞാൻ ഡോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്ത് ഹലോ എന്ന് മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഡോട്ട് സിമ്പിൾ, അത് കഴിഞ്ഞ് ഡോട്ട് സിമ്പിളാണ്. വേൾഡ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കണ്ടന്റ് ഡിസ്പ്ലേ ഔട്ട് ചെയ്ത് കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ നോക്കിയത് സ്ട്രിങ് എന്താണ്, സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, ഗെറ്റ്സ് ഫങ്ഷൻ, പുട്ട്സ് ഫങ്ഷൻ, അതുപോലെ തന്നെ getchar കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, putchar, അതുപോലെ സ്ട്രീം ഫങ്ഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രിങ് ഫങ്ഷൻസ്, ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ്, ഇങ്ങനത്തെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. ഓക്കെ, ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. താങ്ക് യു.